എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ എംബ്രിയോ എന്നുള്ള പാഠഭാഗമാണ്. പേജ് നമ്പർ 120, അതായത് 120. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വയ്ക്കുക. ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ മെനി സെൽസ് ആർ ദെയർ ഇൻ മൊറൂല? എത്ര സെല്ലുകളാണ് ഒരു മൊറൂലയിൽ ഉള്ളത്? മൊറൂല ഈസ് എ ക്ലസ്റ്റർ ഓഫ് 16 to 32 സെൽസ്. അതായത് മൊറൂല എന്ന് പറയുന്നത് ഒരു കൂട്ടം സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങളാണ്. അതിൽ 16 മുതൽ 32 സെല്ലുകൾ വരെ ഉണ്ടായിരിക്കും. ഇനി 70ാമത്തെ ചോദ്യം, ഹൗ മെനി ഡേയ്സ് ഇറ്റ് ടേക്സ് ഫോർ ദ ഫോർമേഷൻ ഓഫ് മൊറൂല? അതായത് എത്ര ദിവസമാണ് ഒരു മൊറൂല ഫോം ചെയ്യുവാനായിട്ട്, രൂപപ്പെട്ടു വരുവാനായിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: മൊറൂല ഈസ് ഫോംഡ് വിത്തിൻ 3 to 4 ഡേയ്സ്. അതായത് 3 മുതൽ 4 ദിവസം കൊണ്ടാണ് മൊറൂല രൂപപ്പെട്ടു വരുന്നത്. ഫോംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപപ്പെട്ടു വരിക എന്നും, വിത്തിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിലാണ്. 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ എന്നാണ് അർത്ഥമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 71ാമത്തെ ചോദ്യം, ഹൗ മെനി ഡേയ്സ് ഇറ്റ് ടേക്സ് ഫോർ ദ മൊറൂല ടു ബിക്കം ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിറ്റ്സ്? അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു മൊറൂലയെ എത്ര ദിവസം എടുക്കും ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവം നിറഞ്ഞ ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഹൗ മെനി ഡേയ്സ് എത്ര ദിവസം, ഇറ്റ് ടേക്സ് ഇതിന് ആവശ്യമുണ്ട്, ഫോർ മൊറൂല ഒരു മൊറൂല ടു ബിക്കം ആയിത്തീരുവാൻ എന്ത്, ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിറ്റ്, അതായത് ദ്രവം നിറഞ്ഞ ബ്ലാസ്റ്റോസിറ്റ് ആയിത്തീരുവാൻ. ഉത്തരം ഇങ്ങനെ എഴുതാം: മൊറൂല ഡെവലപ്സ് ഇൻ ടു ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിസ് ഫ്രം 5 to 6 ഡേയ്സ്. അതായത് മൊറൂല വളർന്നു വരുന്നു എന്തുമായിട്ട്, ഇൻ ടു എ ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിറ്റ്, അത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിറ്റ് ആയിട്ട്, ഫ്രം 5 to 6 ഡേയ്സ്, അതായത് 5 മുതൽ 6 ദിവസം കൊണ്ട്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 72ാമത്തെ ചോദ്യം, വേർ ഡു ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ചസ്? എവിടെയാണ് ഈ ബ്ലാസ്റ്റോസിറ്റ്സ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറ്റിച്ചേർന്നിരിക്കുന്നത്? ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ചസ് ടു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് ആൻഡ് കോൾഡ് എൻഡോമെട്രിയം ആൻഡ് ബിഗിൻ ടു ഗ്രോ. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ചസ്, അതായത് ആ ബ്ലാസ്റ്റോസിറ്റ് പറ്റിച്ചേർന്നിരിക്കുന്നു എന്തിനോടാണ്? ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്, അതായത് യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഇന്നർ ലൈനിങ്. നിങ്ങൾക്കറിയാം, മെൻസ്ട്രൽ സർക്കിളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഗർഭപാത്രത്തിനുള്ളിൽ ഒരു ഇന്നർ സർക്കിൾ ലൈനിങ് രൂപപ്പെടുമെന്ന്. ആ ഇന്നർ ലൈനിങ്ങിനോട് പറ്റിച്ചേർന്നാണ് ഇരിക്കുന്നത്. ആ ഇന്നർ ലൈനിങ്ങിന് പറയുന്ന പേരെന്താണ്? എൻഡോമെട്രിയം എന്നാണ് പറയുന്നത്. ആൻഡ് ബിഗിൻസ് ടു ഗ്രോ, എന്നിട്ട് അത് അവിടെ പയ്യെ വളരുവാനായിട്ട് തുടങ്ങുന്നു. ഇനി 73ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ? എന്താകുന്നു ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ അതിനുത്തരം കണ്ടെത്തുകയാണ്. മൊറൂല ഡെവലപ്പ് ഇൻ ടു എ ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിസ് ഫ്രം 5 to 6 ഡേയ്സ്. അതായത് നമ്മൾ ഓൾറെഡി മൊറൂല എന്താണെന്ന് കണ്ടു, എങ്ങനെയാണ് മൊറൂല വളരുന്നത് കണ്ടു, എങ്ങനെയാണ് ബ്ലാസ്റ്റോസിസ് ആയിത്തീരുന്നത്, ബ്ലാസ്റ്റോസിസ് എന്താണെന്ന് കണ്ടു. അപ്പോൾ ഇനി നമ്മൾ പറയുകയാണ്, മൊറൂല എന്താണ് 5 മുതൽ 6 ദിവസം കൊണ്ട് ഒരു ബ്ലാസ്റ്റോസിറ്റ് ആയിത്തീരുന്നു. ദ ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ചസ് ടു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്. അതായത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഈ ബ്ലാസ്റ്റോസിസ് എന്ത് ചെയ്യുന്നു? ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസിനോട് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ആ ഇന്നർ ലൈനിങ്ങിന് പറയുന്ന പേര് എൻഡോമെട്രിയം എന്നുമാണെന്ന് പറഞ്ഞു. ആൻഡ് ബിഗിൻസ് ടു ഗ്രോ, എന്നിട്ട് അവിടെ വളരുകയാണ്. അങ്ങനെ വളരുന്ന ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇംപ്ലിമെൻറ്റേഷൻ. അങ്ങനെ വളരുന്ന പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇംപ്ലാന്റേഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു, ഇല്ലയോ? ഇംപ്ലാന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ബ്ലാസ്റ്റോസിസ് യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ പറ്റിച്ചേർന്ന് വളരാൻ തുടങ്ങുന്ന ആ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 74ാമത്തെ ചോദ്യം, വെൻ ഡസ് ദ പ്രഗ്നൻസി ബിഗിൻ? എപ്പോഴാണ് ഒരു ഗർഭധാരണം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. മൊറൂല ഡെവലപ്പ് ഇൻ ടു ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിസ് ഫ്രം 5 to 6 ഡേയ്സ്. അതായത് മൊറൂല എന്താ ചെയ്യുന്നത്? 5 മുതൽ 6 ദിവസം കൊണ്ട് ബ്ലാസ്റ്റോസിസ് ആയിത്തീരുന്നു. ദ ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ചസ് ടു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്. അതായത് ആ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് അത് കയറുന്നു. കോൾഡ് എൻഡോമെട്രിയം എന്ന് പറയുന്ന ഭാഗമായി തീരുന്നു. ആൻഡ് ബിഗിൻസ് ടു ഗ്രോ, അങ്ങനെ അത് വളരുവാൻ തുടങ്ങുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. അതിന് എന്ത് പറയുന്നത്? ഇംപ്ലാന്റേഷൻ. ആൻഡ് പ്രഗ്നൻസി വിത്ത് ദിസ്, അതായത് ഇംപ്ലാന്റേഷനോട് കൂടി പൂർണ്ണമായിട്ടും പ്രഗ്നൻസിയുടെ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് തുടക്കം കുറിച്ചു അല്ലെങ്കിൽ ഗർഭധാരണത്തിന് തുടക്കം കുറിച്ചു എന്ന് മനസ്സിലാക്കുക. ഇനി 75ാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻസ് ടു ദ ബ്ലാസ്റ്റോസിറ്റ്? എന്താണ് ബ്ലാസ്റ്റോസിറ്റ്സിന് സംഭവിക്കുന്നത്? ദ ബ്ലാസ്റ്റോസിറ്റ് ബിക്കം ആൻ എംബ്രിയോ ആൻഡ് ഡെവലപ്പ് ഇൻ ടു ഫീറ്റസ് ത്രൂ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ. വൈവിധ്യവൽക്കരണത്തിലൂടെയും വളർച്ചയിലൂടെയും എന്തായിത്തീരുന്നു? ഒരു ബ്ലാസ്റ്റോസിറ്റ് ഒരു ഫീറ്റസ് ആയിത്തീരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി തോന്നുന്നു. ബ്ലാസ്റ്റോസിസ് ബിക്കം ബ്ലാസ്റ്റോസിറ്റ് ആയിത്തീരുന്നു, ആൻ എംബ്രിയോ ഒരു എംബ്രിയോ ആയിത്തീരുന്നു, ആൻഡ് ഡെവലപ്പ് അത് വളരുന്നു, എന്നിട്ട് ഇൻ ടു ഫീറ്റസ് അതൊരു ഫീറ്റസ് ആയിട്ട് വളരുന്നു, ത്രൂ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ വൈവിധ്യവൽക്കരണത്തിലൂടെയും വളർച്ചയിലൂടെയുമാണ് ഇത് സംഭവിക്കുന്നത്. ഇനി
പേജ് നമ്പർ 120 ഇൻഡിക്കേറ്റേഴ്സാണ്. ആ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുവാനായിട്ട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് മൊറൂള എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം മൊറൂളയെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, മൊറൂള ഈസ് ദ മൈക്രോസ്കോപ്പിക് ബോൾ ഓർ ക്ലസ്റ്റർ ഓഫ് സെൽസ് ഫോംഡ് ത്രൂ സെൽ ഡിവിഷൻ. അപ്പോൾ മൊറൂള എന്ന് പറയുന്നത് എന്താണ്? ഒരു മൈക്രോസ്കോപ്പിക് ബോൾ, അതായത് മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണുവാൻ സാധിക്കുന്ന ബോൾ പോലെയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് എന്താണ്? ബോൾ ക്ലസ്റ്റർ ഓഫ് സെൽസ് ഫോംഡ് ത്രൂ സെൽ ഡിവിഷൻ. അത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് സെൽ ഡിവിഷൻ, അതായത് കോശങ്ങളുടെ വിഭജനത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ്. ഫോളോയിങ് ഫെർട്ടിലൈസേഷൻ ദ സൈഗോട്ട് അണ്ടർഗോസ് സെൽ ഡിവിഷൻ. ഈ സൈഗോട്ടിന് എന്ത് സംഭവിക്കുന്നു? ഫെർട്ടിലൈസേഷന് ശേഷം പയ്യെ ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നു? സെൽ ഡിവിഷൻ, കോശ വിഭജനം നടക്കുന്നു. എ ക്ലസ്റ്റർ ഓഫ് സെൽസ് കോൾഡ് മൊറൂള 16 to 13 സെൽസ് ഈസ് ഫോംഡ് വിത്തിൻ 3 to 4 days. അതെങ്ങനെയാണ്? ഒരു കൂട്ടം സെല്ലുകൾ രൂപപ്പെടുന്നു. എത്രയാണ് അത്? 16 മുതൽ 32 വരെയുള്ള സെല്ലുകൾ ഉണ്ടായിരിക്കുക. അത് 3 മുതൽ 4 ദിവസം കൊണ്ടായിരിക്കും രൂപപ്പെടുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? മൊറൂള എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇയർലി എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഇതാണ് ഒരു എംബ്രിയോയുടെ ഏറ്റവും ആദ്യത്തെ വളർച്ചയുടെ രൂപപ്പെടലിൻ്റെ ഘട്ടം. ഓക്കെ, ഇറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ബട്ട് ബിഫോർ ദ ബ്ലാസ്റ്റോസിറ്റ് സ്റ്റേജ്. ഇത് സംഭവിക്കുന്നത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടാണ്, എന്നാൽ ബ്ലാസ്റ്റോസിറ്റ് സ്റ്റേജിന് മുൻപാണ്. ബ്ലാസ്റ്റോസിറ്റ് സ്റ്റേജ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് വിചാരിക്കേണ്ട. 77-ാമതായിട്ട് ഇൻഡിക്കേറ്റേഴ്സിൽ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ പറയുകയാണെന്നോടെ. എ ബ്ലാസ്റ്റോസിറ്റ് ഈസ് എ ബോൾ ഓഫ് സെൽസ് ഫോംഡ് ഇയർലി ഇൻ പ്രഗ്നൻസി. ബ്ലാസ്റ്റോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ബോൾ പോലെയുള്ള സെല്ലുകളാണ്. അത് പ്രഗ്നൻസിയുടെ, അതായത് ഗർഭധാരണത്തിൻ്റെ ആദ്യ സമയത്താണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ് ആഫ്റ്റർ 5 to 6 days ഓഫ് സ്പേം ഫെർട്ടിലൈസിങ് എഗ്. അതായത് ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു പുരുഷ ബീജം ഒരു സ്ത്രീ ബീജത്തെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ, സംയോഗം നടന്നതിന് ശേഷം 5-6 ദിവസം കഴിയുമ്പോഴാണ് ബ്ലാസ്റ്റോസിസ് രൂപപ്പെട്ടു വരുന്നത്. ദിസ് ബോൾ സെൽ ഈസ് ഇംപ്ലാന്റഡ് ഇൻ യൂട്രൈൻ വാൾ, അതായത് അങ്ങനെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഈ ബ്ലാസ്റ്റോസിസ് മുഖാന്തരം രൂപപ്പെട്ടു വന്നിരിക്കുന്ന ആ ബോളിനെ എവിടെയാണ് ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ യൂട്രസ് വാൾ. യൂട്രസിൻ്റെ വാളിലാണ് അതിനെ പറ്റിച്ചേർന്ന് പിടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവാഞ്ചലി ദ ബ്ലാസ്റ്റോസിസ് ബിക്കം ആൻ എംബ്രിയോ ആൻഡ് ദെൻ ടേൺ ഇൻ ടു ഫീച്ചേഴ്സ്. എന്നിട്ട് പയ്യെ ആ ബ്ലാസ്റ്റോസിസ് എന്തായിത്തീരുന്നു? ഒരു എംബ്രിയോ ആയിത്തീരുകയും അതിനുശേഷം അതൊരു ഫീറ്റസ് ആയിത്തീരുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഇംപ്ലാന്റേഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇംപ്ലാന്റേഷൻ എന്താണ്? മൊറൂള ഡെവലപ്പ് ഇൻ ടു എ ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിസ് ഫ്രം 5 to 6 days. മൊറൂള എന്താണ് ചെയ്യുന്നത്? ഒരു ഫ്ലൂയിഡിൽ ദ്രവത്താൽ നിറയപ്പെട്ട ഒരു ബോൾ ആയിത്തീരുകയാണ്. അതിന് പറയുന്നു, അത് 5 മുതൽ 6 ദിവസം കൊണ്ടാണ് രൂപപ്പെടുന്നത്. അതിന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോസിറ്റ്സ്. ഓക്കെ, ദ ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ചസ് ടു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്. ഈ ബ്ലാസ്റ്റോസിറ്റിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസിൻ്റെ ഉൾഭാഗത്തേക്ക് പറ്റിച്ചേർന്നിരിക്കുന്നു. കോൾഡ് എൻഡോമെട്രിയം. അതിന് പറയുന്ന പേരാണ് എൻഡോമെട്രിയം. അതായത് എൻഡോമെട്രിയം എന്ന് വെച്ചാൽ ഈ ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ച് ചെയ്യുന്നു, ഇന്നർ ലൈൻ ഓഫ് ദ യൂട്രസിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുമ്പോൾ അതിന് പറയുന്ന പേരാണ് എൻഡോമെട്രിയം. ആൻഡ് ബിഗിൻസ് ടു ഗ്രോ. എന്നിട്ട് അത് വളരാൻ തുടങ്ങുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ എന്നാണ് ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഇൻക്ലൂഡിങ് വേരിയസ് സ്റ്റെപ്സ് ഫ്രം ദ ഫെർട്ടിലൈസേഷൻ ടു ഇംപ്ലാന്റേഷൻ. അതായത് ഫെർട്ടിലൈസേഷൻ മുതൽ ഇംപ്ലാന്റേഷൻ വരെയുള്ള സ്റ്റെപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാൻ ആ ഫ്ലോ ചാർട്ട് ചെറുതായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പിക്ചറിൽ നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതും അനിവാര്യമാണ്. ഇലിസ്ട്രേഷൻ ഏതാണ്? ഇലിസ്ട്രേഷൻ നമ്മൾ അവിടെ തന്നിട്ടുണ്ട്. 5.2-നകത്ത് എങ്ങനെയാണ് ആ ആരോ തന്ന് പോയിരിക്കുന്ന ഓരോ രീതികളും നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഫെർട്ടിലൈസേഷൻ മുതലുള്ളതാണ്, അതായത് ബീജസംയോഗം മുതലുള്ളതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ബീജസംയോഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓവമും സ്പേമും കൂടിച്ചേരുന്നു. ഓക്കെ, അവിടെയാണ് ആദ്യമായിട്ട് സങ്കല്പിക്കുന്നത് ബീജസംയോജികം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു. അവിടെ ഫെർട്ടിലൈസേഷൻ സംഭവിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അടുത്തതായിട്ട് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം രൂപപ്പെടുന്നു. സിക്താണ്ഡം രൂപപ്പെട്ടതിന് ശേഷം ഈ സിക്താണ്ഡം എന്താണ് ചെയ്യുന്നത്? അവിടെ തുടർച്ചയായിട്ടുള്ള ഒരു കോശ വിഭജനവും ഉണ്ടാവും. അതേസമയം തന്നെ ഇത് അണ്ടവാഹിയിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഫലോപ്പിയൻ ട്യൂബിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 5 മുതൽ എന്താണ് ചെയ്യുന്നത്? അത് പയ്യെ മൊറൂലയായിട്ട് രൂപപ്പെട്ടു വരുന്നു. അപ്പം നമ്മൾ അടുത്തതായിട്ട് കാണപ്പെടുന്നത് എന്താണ്? മൊറൂല ആയിട്ട് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. മൊറൂല എന്നിട്ട് പയ്യെ എന്ത് ചെയ്യുന്നു? അത് ഗർഭാശയത്തിൻ്റെ ഇന്നർ ലൈനിങ്ങിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അതെന്തായിത്തീരുന്നു? ബ്ലാസ്റ്റോസിസ് ആയിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ഓക്കെ, ബ്ലാസ്റ്റോസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അത് അവിടെ
ഇംപ്ലാന്റേഷൻ നടക്കുന്നു. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായിരിക്കുന്നു? ഓൾറെഡി ഗർഭധാരണം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ മുതൽ ഇംപ്ലാന്റേഷൻ വരെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.